ഹലോ നമസ്കാരം. രാധാസ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. പവിത്രം നമ്മുടെ ദീപ്തിയെ വിളിച്ച് പറയുന്നുണ്ട്, ഏട്ടാ എനിക്കൊന്ന് കാണണം, നാളെ ചിദംബരം ക്ഷേത്രത്തിന് അങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഹേമ സോറി വേദ പോവാണ്. എന്താ പറയുക, ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് വേദ ചിദംബരനാഥ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവും ശ്രീകാന്ത് നിൽക്കണു. വേദ അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലുകയാണ്. വേദ അടുത്തേക്ക് ചെല്ലുമ്പോൾ പിന്നെ ഞാൻ ചിലതൊക്കെ കേട്ടു ഏട്ടാ, ഇതിലെന്താ സത്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, അതൊക്കെ അവൻ്റെ വെറും തെറ്റിദ്ധാരണയാണ്, ഞാൻ അങ്ങനെ ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ പറയും, ഒന്നുമില്ലാണ്ട് ഇയാൾ എന്താ അയാളുടെ പേര് വിക്രം ഒന്നും കള്ളം പറയില്ല. അറിയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അപ്പോൾ അങ്കിളിനെയും കൂട്ടിയിട്ടാണോ ഏട്ടൻ ഇത് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ്, വർഷയുടെ എത്ര ഇപ്പോൾ വർഷേച്ചിക്കുന്നൊക്കെ ചോദിക്കും. അപ്പോൾ വിവരങ്ങളൊക്കെ പോയപ്പോൾ ഡേറ്റൊക്കെ പറയും. അപ്പോൾ ഏട്ടനധികം വൈകാതെ ഒരു അച്ഛനാവുമല്ലേ എന്ന് പറയുമ്പോൾ അതെ എന്ന് പറയും. അപ്പോൾ പറയും, എന്നാൽ പിന്നെ ഇങ്ങനത്തെ ദുഷ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിർത്തിക്കൂടെ ഏട്ടാന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നോക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറയും, ആ കുഞ്ഞിനെ ഏട്ടന് കാണണ്ടേ, കുഞ്ഞിനെ വളർത്തണ്ടേ, നിങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിൽ രണ്ട് കൂട്ടത്തിലെ പെണ്ണുങ്ങൾക്കാണ് അതിൻ്റെ സങ്കടം മുഴുവൻ വരിക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും, അവനങ്ങനെ വെറുതെ പറഞ്ഞതാണ്, അവൻ എന്തോ തെറ്റിദ്ധാരണയുടെ മുകളിൽ പറഞ്ഞതാണ് പറയും. അല്ല, എനിക്കറിയാം, വിക്രം ഒരിക്കലും കള്ളം പറയില്ല. ഇനിയിപ്പോൾ ഏട്ടൻ എന്തൊക്കെ ചെയ്താലും നാളെ എനിക്ക് വിക്രമിൻ്റെ വിധവയായിട്ട് ഞാൻ ഇരിക്കേണ്ടി വന്നാലും ഒരിക്കലും ഞാൻ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരില്ല. നിങ്ങളത് പ്രതീക്ഷിക്കേണ്ട. എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ. എന്നാൽ ഞാൻ പറയണു, ഞാൻ ഒരിക്കലും അങ്ങോട്ട് തിരിച്ച് വരില്ല ഇനി. അതുകൊണ്ട് ഇനി ചെയ്യുന്ന ഇതൊക്കെ പരസ്പരമുള്ള പോരുവിളികളും തമ്മിലൊക്കെ നിർത്തുക. കാരണം അതാണ് രണ്ടു കൂട്ടർക്കും നല്ലത്. പിന്നെ വിക്രം എന്തെങ്കിലും ഏട്ടനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാനും പറ്റില്ല. അങ്ങനെ വിക്രമിനെ ഇനിയും ദ്രോഹിക്കുന്നത് നിർത്തുക. അതിലൂടെ അനുഭവിക്കുന്നത് ഞാനാണ്. എൻ്റെ സന്തോഷമാണ് നിങ്ങൾക്ക് വലുതിച്ചാൽ ഇതവിടെ നിർത്തുക നല്ലതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയുമ്പോൾ രണ്ട് കൂട്ടർക്കും അത് ദോഷമേ ചെയ്യുള്ളൂ. അതിലെ സ്ത്രീകളാണ് ശരിക്കും കഷ്ടപ്പെട്ട് പോണത് ഈ തമ്മിലും പോർവിളികളിലും എന്നൊക്കെ പറയാണ്. അങ്ങനെ വേദ തിരിച്ചു പോരുന്ന സമയത്ത് വീട്ടിൽ നമ്മളുടെ എന്താ പറയുക, നന്ദിനി പച്ചപ്പയറിരുന്ന് അരിഞ്ഞുണ്ടാക്കുകയാണ്. അപ്പം മുത്തശ്ശി അച്ഛമ്മ അങ്ങോട്ട് വരിക. അപ്പോൾ ഇതെന്തിനാണ് നീ അരിയണത് എന്നിരിക്കുമ്പോൾ, മെഴുക്ക് പുരട്ടിക്കാണ് അച്ഛമ്മേ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ മെഴുക്ക് പുരട്ടിക്കുക, ഇതൊന്ന് ഇത്ര നീളം എന്നൊക്കെ ചോദിച്ചാൽ ഓരോന്ന് കാണിച്ചു കൊടുക്കണം, ഓരോ പയർ കൊടുത്തിട്ട്. ഇത് ഇത്ര വലുതാണോ, മെഴുക്ക് പുരട്ടിക്ക് ഇത് ഇനി ചെറുതാക്കണം എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇതാണ് ഇപ്പോഴത്തെ ടേസ്റ്റ്, ഇതാകുമ്പോൾ ഓരോന്നോരോന്ന് കടിച്ച് തിന്നാലും അറിയും. അപ്പോൾ പറയും, നിനക്ക് ഇതുവരെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയും, ഇങ്ങനെയല്ല എന്താണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അച്ചമ്മയും നന്ദിനിയും കൂടി വർത്താനം പറയും, എടുത്തിട്ട് മര്യാദയ്ക്ക് നേരെ അരിയടി എന്നൊക്കെ പറയണം. അപ്പോൾ പറയും, ഇനിയിപ്പോൾ ആദ്യത്തെ അരിയണോ നിൽക്കും. എടി, ശ്രീജ ഇവിടുന്ന് കുറച്ച് നേരത്തേക്ക് മാറിയപ്പോൾ നിനക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടായല്ലേ, മറ്റേത് ശ്രീജയല്ലേ ഇതെല്ലാം ചെയ്യുക. അപ്പോൾ ശ്രീജ കുറച്ച് നേരത്തേക്ക് ഇവിടുന്ന് പോയപ്പോഴേക്കും നിനക്ക് മടിയായി അങ്ങനെ ഇങ്ങനെ അറിയുമ്പോൾ പിന്നെ അച്ഛനമ്മയുടെ മരുമക്കളും അമ്മയുടെ രണ്ട് മക്കളും തെണ്ടാൻ പോയതല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മൾ നന്ദിനി എന്താ കുട്ടി പറയുക, വേദ അങ്ങോട്ട് വരിക. വേദ വന്നിട്ട് ചോദിക്കും, എന്താ അച്ഛമ്മ ചോദിക്കുമ്പോൾ പറയും, പിന്നെ തെണ്ടലൊക്കെ കഴിഞ്ഞിട്ട് വന്നോ എന്നറിയും. അപ്പോൾ ഇന്നൊരു കാര്യം ചെയ്തോളൂ, നീ നാളെ നന്ദിനി അടുത്തും കൂടി പോയിക്കോളൂ തണ്ടാന്നറിയും. അപ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ വെറുതെ വഴക്കുണ്ടാക്കുകയാണ് നന്ദിനി കേട്ടോ. അതിൽ വേദ അവിടെ നിന്നിട്ട് സംസാരിക്കുക. അപ്പോൾ പോയിട്ട് പിന്നെ ഒക്കെ കൂടെ വാരിയിട്ടിട്ട് പോയി, പയറൊക്കെ കൂടെ ഒരു പ്ലേറ്റിലേക്ക് വാരിയിട്ടിട്ട് പോയി കഴുകുക. അപ്പോൾ നമ്മുടെ വേദ വിളിച്ചു പറയും, നന്ദിനി അടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ, നല്ല വൃത്തിയായി കഴുകിയിട്ടില്ല, അതിൽ ചെറിയ പുഴുക്കളുണ്ടാവും, എന്നാൽ നീ വാടി കഴുകാൻ എന്നറിയുമ്പോൾ ഒന്ന് ഞാൻ വരെ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ, ഞാൻ ചെയ്തോളാം എന്നറിയും. അപ്പോൾ പറയും, അപ്പോൾ അതിനവിടെ നിന്ന് കണക്കുണാന്ന് പറയണം. അപ്പോൾ അച്ഛൻ പറയും, നിന്നോടല്ലേ അവിടെ വെച്ച് പോയിക്കോളാം പറഞ്ഞു, ഞങ്ങൾ രണ്ടാളും കൂടെ അത് ചെയ്തോളാം, ഇനിയിപ്പോൾ കമ്മല പറമ്പെന്ന് വരുമ്പോഴേക്ക് നേരം കുറയല്ലോ, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ രണ്ടാളും കൂടെ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അപ്പോഴും ഈ വേദേനെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ പറ്റും അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വേദോട് അച്ഛമ്മ പറയും, ഇവിടെ ഇരിക്കും മോളെ പറയാൻ. അപ്പോൾ നല്ല ഭംഗിയുള്ള കളറ് ഒരു ഡ്രസ്സാണ് നമ്മളെ വേദ ഇട്ടണം. അപ്പോൾ പറയും, മോളോട് ഞാൻ പറയാൻ പറ്റൂ, നല്ല ഭംഗിയുണ്ട് മോൾക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട്, മോള് നല്ല വെളുത്ത കുട്ടിയല്ലേ, അതുകൊണ്ട് എന്ത് ഡ്രസ്സ് മോൾക്ക് നല്ല ഭംഗിയാണ് അറിയും ഈ ഡ്രസ്സ്, മോൾക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗിയാണ് എന്ന് പറയുകയാണേ.
അപ്പോൾ പിന്നെ എന്താ പറയുക, നന്ദിനി വിളിച്ചു പറയും, വെളുത്തവർ ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ല ഭംഗി തന്നെയാണ് അച്ഛമ്മേ എന്ന് പറയണം. അപ്പോൾ പറയും, വെളുത്തത് കറുത്തത് എന്നൊന്നുമില്ല, മനുഷ്യരുടെ മനസ്സാണ് വലുത്, ആ മനസ്സിൻ്റെ ഭംഗിയാണ് ഇതാണ് നോക്കണം, വലിപ്പമാണ് നോക്കണം, അല്ലാണ്ട് ശരീരത്തിൻ്റെ നിറമല്ല നോക്കേണ്ടത് നന്ദിനി എന്ന് പറയുമ്പോൾ എന്നറിയാണ് നന്ദിനി കേട്ടോ. അത് കഴിഞ്ഞ് നന്ദിനിയോട് പോകണം. പിന്നെ വർത്തമാനങ്ങൾ പറയാം, മോളെ ഞാൻ ഉച്ച കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ് എന്നറിയും അച്ചമ്മ വേദോടെ. പറയാം, അയ്യോ അച്ചമ്മ ഒന്ന് പോവുകയാണോ ചോദിക്കും. അതേ മോളെ, എനിക്ക് അവിടെ കുറേ കാര്യങ്ങളുള്ളതല്ലേ, എനിക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞാൽ ഞാൻ പോവും, അപ്പോൾ മോളോട് എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അറിയും. അപ്പോഴേക്കും നന്ദിനി എന്തൊക്കെ ചൊറിഞ്ഞും കൊണ്ട് അങ്ങോട്ട് പോണ സമയത്ത് പറയും, പാവാ നന്ദിനി എടുത്തിന്ന് ഇങ്ങനെ വേദ അച്ഛമ്മോട് പറയുമ്പോൾ തിരിച്ച് കടന്നെ വരും. അപ്പോൾ പറയും, ഞാൻ പാവുന്നല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. അതും കേട്ടോ എന്നറിയാണ്. എന്നിട്ട് പിന്നെ ഇവർ സീരിയസ് ആയിട്ടുള്ള സംസാരമാണ്. അതായത് വേദയും അച്ഛമ്മയും കൂടെ ഇപ്പോൾ പറയും, മോളൊരു കാര്യം ചെയ്യണം, അവന് എനിക്കറിയാം നമ്മളുടെ ഇപ്പോൾ കല്യാണം ഇപ്പോൾ 2, 3, 4 കഴിഞ്ഞിട്ടുണ്ടെങ്കിലും താലികെട്ടലും മാലകെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് ഇപ്പോഴും ഒരിക്കലും എടുത്തിട്ടില്ല നീയും വിക്രമും. അത് പിന്നെ ഇനി അത് മുൻകൈ എടുക്കേണ്ടത് മോളാണ്, വിക്രമിനെ മോളുടെ വഴിക്ക് കൊണ്ടുവരാൻ മോളാണ് മുൻകൈ എടുക്കേണ്ടത്. അങ്ങോട്ട് മോളൊരു കാര്യം ചെയ്യണം. പിന്നെ വിക്രമിന് ആദ്യം വേണ്ടത് നല്ലൊരു ജോലിയാണ്, അത് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ പറയും, വിക്രമിന് മാത്രമല്ല അച്ഛമ്മേ ജോലി, എനിക്കൊരു ജോലി വേണം, കാരണം അച്ഛനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. കഷ്ടപ്പെട്ട് മീൻസ് പഠിത്തത്തിലല്ല, അച്ഛന് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു പ്രതീക്ഷകൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഇപ്പോൾ പറയുക, ഒരു നല്ലൊരു വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് എനിക്കും അച്ഛൻ ഇരിക്കുന്ന ജില്ലാ ജഡ്ജിയായിരിക്കുന്ന കോടതിയിൽ എനിക്ക് ചെല്ലണം കേസ് വാദിക്കാൻ വേണ്ടിയിട്ട്, അതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നല്ല കാര്യമാണ് എന്നറിയും. അങ്ങനെ അവരുടെ രണ്ടാളുടെയും സംഭാഷണം കഴിയുന്ന സമയത്ത് ഇതിനെ കാണാൻ നമ്മളുടെ മറ്റേ ശങ്കരനാരായണ ജഡ്ജി വീട്ടിലിരുന്നിട്ട് ചുമരിൻ്റെ മുകളിൽ വേദിയും അതേപോലെ അച്ഛനും മകളും നിൽക്കുന്ന ഒരു ഫോട്ടോ, വേദിയും അച്ഛനും നിൽക്കുന്ന ഫോട്ടോ, അതുപോലെ ദീപ്തിയും വേദിയും അച്ഛനും നിൽക്കുന്ന ഫോട്ടോ. അപ്പോൾ ആ ഫോട്ടോ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കുകയാണ് അയാൾ. അപ്പോൾ നോക്കുമ്പോൾ ആ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തേക്ക് ഇങ്ങനെ വരികയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഇയാൾ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ അയാൾ ആലോചിക്കുന്നതാണ് കേട്ടോ. കാറിൽ വന്ന് വീട്ടിലിറങ്ങുന്ന സമയത്ത് കാണാൻ നമ്മുടെ വേദിയും ദീപ്തിയും കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുക്കണം. അപ്പോൾ വേദിയുടെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, വക്കീലായി പ്രാക്ടീസൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കുക, അനിയത്തിയും കൂടി നിന്നിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കുമ്പോൾ ഹലോ മക്കളെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അച്ഛൻ വാന്നറിയാം. അപ്പോൾ പറയും, ഇത് പഠിത്തം കഴിഞ്ഞിട്ടുള്ളൂ, കോട്ടിടാറായിട്ടില്ല എന്നറിയും. അല്ല അതിന് മുന്നേ ഒന്ന് നോക്കിയതാണ് എന്നൊക്കെ പറയും. അപ്പോൾ മറ്റേ ഇയാൾ പറയുകയാണ് ഇനി, അപ്പോൾ വേദ പറയും, എനിക്കിനി കുറേ സ്വപ്നങ്ങളുണ്ട് അച്ഛാ, ഞാൻ ഇനി ഇത് കഴിഞ്ഞ് ഞാനൊരു മജിസ്ട്രേറ്റായി പരീക്ഷ എഴുതി പിന്നെ ഈ ഹൈക്കോടതിയിലെത്തി ജഡ്ജി ആവണം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ വേദ ശങ്കരനാരായണനോട് പറഞ്ഞിട്ടുണ്ടാവും. ആ സ്വപ്നങ്ങളൊക്കെ എനിക്ക് സാക്ഷാത്കരിക്കണം അച്ഛൻ, എന്നിട്ട് അച്ഛൻ എൻ്റെ പേരിൽ അറിയപ്പെടണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ അതൊക്കെ പറയും. കുറേ ഫോട്ടോസ് അതിൻ്റെ ഇടയ്ക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ആ ഫോട്ടോസൊക്കെ അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് ചുമരിൻ്റെ മുകളിൽ. അപ്പോൾ അതിങ്ങനെ നോക്കി ആ ഫോട്ടോ ഇങ്ങനെ തൊട്ടും കൊണ്ട് നിൽക്കുമ്പോഴാണ് വേദയുടെ അമ്മ അങ്ങോട്ട് വരും. അപ്പോൾ എന്നിട്ട് അറിയും എന്താ ആലോചിക്കുന്നത് വയ്ക്കുമ്പോൾ അറിയും, മോള് എങ്ങനെ കഴിഞ്ഞിരുന്ന കുട്ടിയാണ്, ഒരു ഗതിയില്ലാത്ത എത്രയോ കുട്ടികളുണ്ട്, പഠിക്കാനോ മറ്റുള്ള ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായ കുട്ടികളുണ്ട്, പിന്നെ ഒന്നുമില്ലാതെ പിന്നെ കല്യാണം കഴിച്ചൊന്ന് പോയാൽ മതി എന്ന് ആലോചിക്കുന്ന കുട്ടികളുണ്ട്. കാരണം 2 നേരം ഭക്ഷണമെങ്കിലും വയറ് നിറയെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും, അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളും കല്യാണത്തിന് സമ്മതിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ. അപ്പോൾ പറയും, എന്തുമാത്രം സ്വപ്നങ്ങളുണ്ടായിരുന്നു അവൾക്കെന്നറിയോ, ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ വെറുതെ ആയി പോയില്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ പത്മാവതി അറിയാം, അങ്ങനെ ചിന്തിക്കേണ്ട മോള്, അതെങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും, അവൾ വെറുതെ ഇരിക്കില്ല, അവൾ നല്ല കുട്ടിയാണ്, കഴിവുള്ള കുട്ടിയാണ്, അവൾ ഇനിയും അവൾ ഉയരങ്ങളിലെത്തും. അവൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അവൾ ആ ഉയരങ്ങളിലെത്തും, അതെനിക്ക് നല്ല ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പത്മാവതി കേട്ടോ പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പത്മ പറയും ഉണ്ട് എനിക്കറിയാം, കാരണം ഇപ്പോൾ ഈ ഒരു ഒറ്റ വാശിയുടെ മുകളിലാണ് അവിടെ പോയി നിൽക്കുന്നത്. ഈ കല്യാണം കഴിഞ്ഞു താലി കെട്ടി അതിൻ്റെ ഉള്ള ഒരൊറ്റ വാശിക്കാണ് അവിടെ പോയി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവളുള്ളിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ ഒരു ഉയർന്ന അവൾ സ്വപ്നം കണ്ട ആ ഉയരങ്ങളിൽ അവൾ എത്തും, അങ്ങോട്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പിന്നെ പത്മം ശങ്കരനാരായണൻ ജഡ്ജീനെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ അങ്കിളും കൂടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ വേദേനെ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പറയൂ അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചോ നോക്കിയാണ് ചന്ദ്രശേഖരൻ. അപ്പോൾ പറയും സംസാരിച്ചു, ഒരു ഭീഷണി പോലെ അവൾ പറയും ചെയ്തിട്ടുണ്ട്. അവൾ ഭീഷണിപ്പെടുത്താറൊക്കെ വെച്ചു, ഭീഷണിയല്ല, ഒരു നമുക്കൊരു മുന്നറിയിപ്പ് പോലെയാണ് അവൾ പറഞ്ഞത് എന്ന് പറയും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചോദിക്കും. ഒരാൾ വരാണ്ട്, അയാൾ ഇങ്ങോട്ട് വരട്ടെ, അയാൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറയും. അങ്ങനൊരു ഇതെന്താ ഉള്ളത് ചോദിക്കുമ്പോൾ ഇവിടെ വിക്രമത്തിൻ്റെ ഏട്ടൻ, അപ്പോൾ വിനായകനെയാണ് വിളിച്ചു വരുത്തുന്നത്. ഇനിയിപ്പോൾ പുതിയ തന്ത്രങ്ങൾ മെനയണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ പറയും പിന്നെ അവൾ പറഞ്ഞു ഇതിലൊന്നും നിൽക്കണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് അറിയും. പക്ഷേ അങ്ങനെ ഇട്ടാൽ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ കൊലയൊന്നും വേണ്ട, പക്ഷേ എങ്ങനെയെങ്കിലും ചതിയിൽപ്പെടുത്തുക വിക്രമിനെ. അപ്പോഴും അവർ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അവർ അമ്മാവനും മരുമകനും കൂടെ അത് പിന്നെ നിർത്താറായിട്ടില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ അത് പറയുകയാണ്. അപ്പോഴേക്കും വിനായകൻ അങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനൊരു ഇതുണ്ടല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ വിനായകൻ വന്നപ്പോൾ വിനായകനോട് സംസാരിക്കുക. അപ്പോൾ വിനായകനോട് പറയും പല പ്രാവശ്യം നീ പൈസ വാങ്ങിക്കൊണ്ട് പോയി, നീ പൈസ വാങ്ങി കൊണ്ടുപോയി, അല്ലാണ്ട് ഇപ്പോൾ ഒന്നും നീ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും. അപ്പോൾ വിനായകൻ പറയും ഞാനൊരു കച്ചവടം ഇങ്ങനെ ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് സാറിൻ്റെ വിളി വന്നത്, അതാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത് എന്ന് പറയും. അപ്പോൾ നഷ്ടമാണല്ലേ, കച്ചവടം നടന്നില്ലല്ലോ, അതുകൊണ്ട് നഷ്ടമാണല്ലേ എന്ന് പറയും. അല്ല അതൊക്കെ ഞാൻ പിന്നെയും ശരിയാക്കി എടുത്തോളാം, ഇപ്പോൾ എന്തിനാ എന്നെ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ പിന്നെ കുറേ പൈസ ഈ വിക്രമിൻ്റെയും വേദേൻ്റെയും പേരും പറഞ്ഞ് വാങ്ങിയും കൊണ്ട് പോയിട്ടുണ്ടല്ലോ, ആ പൈസയൊക്കെ തിരിച്ചു തരാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ എവിടുന്ന് തരാനാണ്, എൻ്റെ കയ്യിൽ 10 പൈസ തരാം, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ അടുത്ത് നയാ പൈസ ഉണ്ട്, പിന്നെ എൻ്റെ ഈ തടി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ കാശൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പറയും അത് പറ്റില്ല, പിന്നെ അങ്ങനെ ഉണ്ടാവും, പൈസ വാങ്ങിക്കൊണ്ട് പോയാൽ മാത്രം പോരാ, തിരിച്ചും തരുന്നൊക്കെ പറയുകയാണ് ചന്ദ്രശേഖരൻ കേട്ടോ. അപ്പോൾ സാറ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയും. അപ്പോൾ പറയും എന്നാൽ ശരി, എന്നാൽ ഈ തടിയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് പറയും. അപ്പോൾ അത് അതെന്താ വെച്ചാൽ ഞാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ പിന്നെ ശ്രീകാന്ത് മാറ്റി നിർത്തി വിനായകനോട് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിച്ച സമയത്ത് അത് നമ്മൾ കേൾക്കില്ല കേട്ടോ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വിനായകൻ പറയും ഇതിപ്പോൾ ആർക്കും ദ്രോഹമില്ലാത്തൊരു പരിപാടിയല്ലേ, മാത്രമല്ല ആരും കൊല്ലും ആരും ചോര വീഴില്ലല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ നിൽക്കാം, പക്ഷേ അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രശേഖരൻ മടിക്കൂത്തുനിന്ന് കുറേ കാശ് എടുത്തിട്ട് വിനായകൻ്റെ കൈ കൊടുക്കുക. അപ്പോൾ വിനായകൻ വേഗം കാശ് പെട്ടെന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് തിരിച്ച് അവൻ്റെ മടിക്കൂത്തിൽ വയ്ക്കുക. അപ്പോൾ പറയുമോ അതിനെന്താ ഇനിയൊക്കെ ഞാൻ വേണ്ടത് പോയി ചെയ്തോളാം, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും വിനായകൻ വിക്രമിനെതിരെ കൊട്ടേഷൻ എടുക്കുക. ഇതൊന്നും വിക്രമിനെ അറിയുന്നില്ല. അപ്പോൾ പല പ്രാവശ്യമായി വിക്രമിന് വേണ്ടിയിട്ട് ഇത്രയും ചെയ്തിട്ടും അവൻ പൈസ അയാൾക്കാണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അയാൾ ചറ്റത്തരേ ചെയ്യുള്ളൂ. അങ്ങനെ അത് ഭാര്യയും ഭർത്താവും കണക്കാണ്, അല്ലെങ്കിൽ അയാൾക്ക് പറയാം അത് പറ്റില്ല എന്ന് പറയാം, പക്ഷേ അയാൾ ചെയ്യില്ല, അയാൾക്ക് കാശാണ് വലുത്. അങ്ങനെ അയാൾ കാശ് വാങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേക്കും ഒരു ബൈക്കുകാരൻ വരും. ആ ബൈക്കിൽ കയറിയിട്ട് അങ്ങനെ വിനായക അപ്പോൾ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബൈക്കിലും കയറിയിട്ട് അങ്ങനെയായിട്ട് പോവുകയാണ്. അപ്പോൾ പറയും ചെയ്യുമോ അറിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, ഇതിന് മുന്നേ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വിനായകൻ പറയുന്നുണ്ട് ഞാൻ കുറേ ചാൻസ് ഉണ്ടാക്കി തന്നതല്ലേ സാർ, എന്നിട്ട് നിങ്ങൾ അത് ചെയ്യാത്തതിന് ഞാനെന്ത് ചെയ്തു, നിങ്ങളത് ഉപയോഗപ്പെടുത്താത്തതിന് ഞാനെന്ത് ചെയ്തു എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം പിന്നെയും വിനായകൻ വിക്രമിനെതിരെ കൊട്ടേഷൻ എടുത്ത് ഇറക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ. കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഡയലോഗുകളൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. അതുപോലെ പ്രത്യേകിച്ചും പവിത്രത്തിൻ്റെ നല്ല അടിപൊളി ഡയലോഗുകളാണ്, മുഴുവനായിട്ട് പറയില്ല, ആ സിറ്റുവേഷൻസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ രാധാ സോമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പിന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കഥകളിൽ കുറേ മിസ്റ്റേക്കുകൾ വരും, കഥ നമ്മൾ പറയുന്നതൊക്കെ ഓക്കെയാണ്, ഡയലോഗ്സൊക്കെ തെറ്റാണ്, സിറ്റുവേഷൻസൊക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.